ഈ ക്ലാസ്സിൽ നമ്മൾ പിന്നെ പറയാൻ പോകുന്നത് റോൾസ് തിയറും ഡിഫറൻസിയേഷൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് റോൾസ് തിയറും മീൻ വാല്യൂ തിയറും. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് റോൾസ് തിയറാണ്. റോൾസ് തിയർ പറഞ്ഞാൽ എഫ് ഒരു ഫങ്ഷനാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ. ആറിന് റിയൽ നമ്പർ. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ബി ടു ആർ. ഒരു കണ്ടിന്യൂസ് ഫങ്ഷനാണ് ഓൺ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് ഒരു കണ്ടീഷൻ ഉണ്ട്, എഫ് ഓഫ് എ ഈസ് ഈക്വൽ എഫ് ഓഫ് ബി എന്നും കൂടിയാണ്. എഫ് ഓഫ് എ ഈസ് ഈക്വൽ എഫ് ഓഫ് ബി ആണ്. കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എ ഈസ് ഈക്വൽ എഫ് ഓഫ് ബി ആണ്, എ ബി റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പറയുന്നത് ദർ എക്സിസ്റ്റ് സം പോയിന്റ് സി, ഒരു എലമെൻറ്റ് സി ഉണ്ടാവും ഇൻ എ ബി. എയുടെയും ബിയുടെയും ഇടയിൽ, ഓപ്പൺ ഇൻ്റർവൽ എ ബിൻ്റെ ഇടയിൽ, ഓപ്പൺ ഇൻ്റർവൽ എന്നുള്ള ഇൻ്റർവലിനുള്ളിൽ ഒരു സി ഉണ്ടാവും. എങ്ങനെ സി ആണ്? സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ 0. എഫ് ഡാഷ് സി ഈക്വൽ 0 എന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും എന്നാണ് റോൾസ് തിയറം പറയുന്നത്. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ രീതിയിലൊരു ഫംഗ്ഷനാണ്. അത് കണ്ടിന്യൂസ് ആണ് ഓൺ എ ബി ആണ്, ഡിഫറൻഷ്യബിൾ ഓൺ എ ബി ആണ്, എഫ് ഓഫ് എ ഈക്വൽ എഫ് ഓഫ് ബി എന്നാണ്. ഇങ്ങനെയൊക്കെയാണ്. ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു സി ഉണ്ടാവും, ഒരു പോയിൻ്റ് സി അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ഉണ്ടാവും ഇൻ എ ബി. ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ ഉള്ളിലായ ഇൻ്റർവലിൻ്റെ അകത്ത് ഒരു സി എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ടാവും, ഒരു എലമെൻ്റ് ഉണ്ടാവും. എങ്ങനത്തെ എലമെൻ്റാണ് സി? എഫ് ഡാഷ് സി ഈസ് ഈക്വൽ 0 എന്ന രീതിയിലുള്ള ഒരു എലമെൻ്റ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയുടെ അകത്ത് ഉണ്ടാവും എന്നാണ് റോൾസ് തിയറം പറയുന്നത്. എഫ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് ഈസ് എഫ് ഓഫ് ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവും, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലുള്ള അകത്ത് ഒരു സി ഉണ്ടാവും. എങ്ങനത്തെ സി ആണ്? എഫ് ഡാഷ് സി ഈക്വൽ 0 ആവുന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും. വെരിഫൈ റോൾസ് തിയറം, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാകാം. വെരിഫൈ റോൾസ് തിയറം ഫോർ ദി ഫംഗ്ഷൻ. Verify Rolle's theorem for the function f of x is equal to y is equal to x square plus 2, a is equal to minus 2, b is equal to 2. എയും ബി തന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്താണ്? y is equal to x square plus 2 എന്ന് പറയാം, അല്ലെങ്കിൽ f of x is equal to x square plus 2 എന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അത് എഴുതിയാൽ മതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയി. പോളിനോമിയലൊക്കെ കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ബി. കണ്ടിന്യൂസ് ഇൻ എ ബി എന്ന് പറയാം. എ ബി എന്ന് പറഞ്ഞാൽ അവിടെ -2 2 ആയിട്ടോ. എ ബി എന്ന് പറഞ്ഞാൽ അവിടെ -2 2 ആണ് ഇവിടുത്തെ എ ബി. എന്നാണ് -2, ബി ഈസ് ഈക്വൽ ടു 2. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ എ ബി. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി. അതൊക്കെ എഴുതിച്ചാൽ മതി. ഇനി എഫ് ഓഫ് എ ഈസ് എഫ് ഓഫ് ബി ചെക്ക് ചെയ്യണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -2. എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഉണ്ടാവും, 4 + 2 ഉണ്ടാവും, 6 എന്നുണ്ടാവും. ഇതാണ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബിയും 6 തന്നെ കിട്ടണം. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എഫ് ഓഫ് 2 ഇവിടെ 2 എന്ന് കൊടുക്കുമ്പോൾ 2² + 2, 4 + 2 6. അപ്പോൾ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എ ഈക്വൽ എഫ് ഓഫ് ബി എന്നാണ്. അപ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. ഓൾ ദി കണ്ടീഷൻസ് ഓഫ് റോൾസ് തിയറം ഈസ് സാറ്റിസ്ഫൈഡ്. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഒരു സി ഉണ്ടാവും. റോൾസ് തിയറം പ്രകാരം ഒരു സി ഉണ്ടാവും. എങ്ങനത്തെ സി ആണ്? എഫ് ഡാഷ് സി ഈക്വൽ 0 എന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും എന്നാണ് റോൾസ് തിയറം പറയുന്നത്. അത് പ്രൂവ് ചെയ്യണം. ഫോർ ഓൾ ദി കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. All the conditions of Rolle's theorem are satisfied. Therefore, there exists a C. Therefore, there exists a C
ഇൻ എ ബി ഓപ്പൺ ഇൻ്റർവൽ എ ബിനകത്തൊരു സി ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു 0. അങ്ങനത്തെ ഒരു സി ഉണ്ടാവുന്ന റോൾസ് തിയറം പറയുന്നത്. അങ്ങനത്തെ സി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആ സി ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ -2 2 ആ -2 2 എന്നുള്ള ഇൻ്റർവലിനകത്ത് എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് -2 2 എന്നാണ്. ആ ഇൻ്റർവൽ -2 2ൻ്റെ ഇടയിൽ ഒരു സി ഉണ്ടാവും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിലേക്ക് വരാം ഒന്നുകൂടി. അത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും y = 1 f(x) = 2 ആയിരിക്കും. അപ്പോൾ പോളിനോമിയലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതെന്തായി കണ്ടിന്യൂസ് ആയി. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് f(x) കണ്ടിന്യൂസ് ആണ് ചെയ്താൽ -2 2 ഇൻ്റർവൽ തന്നിട്ടുണ്ടാവും. പിന്നെ ഡിഫറൻഷ്യബിൾ ആണ് ചെയ്താൽ ഓപ്പൺ ഇൻ്റർവൽ അങ്ങനെ ചെയ്താൽ പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടത് f(a) f of b എന്ന് പ്രൂവ് ചെയ്യണം. അതിന് f(a) എന്ന് പറഞ്ഞാൽ ഇവിടെ -2 ആണ്. അപ്പോൾ f(-2) f(x) ഇതാണ്. ഇവിടെ -2 കൊടുത്താൽ -2 ഹോൾ സ്ക്വയർ + 2 എന്ന് പറഞ്ഞാൽ 4 + 2 6. f of b എന്ന് പറഞ്ഞാൽ f of 2 f of 2 2 കൊടുക്കുക. 2 സ്ക്വയർ + 2 എന്ന് പറഞ്ഞാൽ 4 + 2 6 അത് 6 ആണ്. അപ്പോൾ f of a = f of b എന്നായി. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് ചെയ്താൽ ഡിഫറൻഷ്യബിൾ ആണ് ചെയ്താൽ f of a ചെയ്താൽ f of b ചെയ്താൽ f of a f of b തുല്യമാണെന്ന് കാണിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഇതാണ്. ഒന്ന് കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ പിന്നെ f of a കണ്ടുപിടിക്കുക. പിന്നെ f of b കണ്ടുപിടിക്കുക. f of a f of b ഒന്നാണെന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് ഓൾ ദി കണ്ടീഷൻസ് ഓഫ് റോൾസ് തിയറം ആർ സാറ്റിസ്ഫൈഡ് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പ്രകാരം ഒരു സി ഉണ്ടാവും എ ബി എന്നുള്ള ഇൻ്റർവെലിനുള്ളിൽ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ തന്നാൽ -2 2 എന്നാണ്. അപ്പോൾ -2 2 എന്നുള്ള ആ ഓപ്പൺ ഇൻ്റർവെലിനകത്ത് ഒരു സി ഉണ്ടാവും. എങ്ങനെ സി ആണ് f ഡാഷ് c = 0 എന്ന രീതിയിൽ ഒരു സി ഉണ്ടാവുന്നു. നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ f ഡാഷ് x എന്ന് കണ്ടുപിടിക്കാം. f of x ആണെന്ത് x² + 2. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്താ വരിക 2x. 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. x² 2x. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് f ഡാഷ് c കാണണം. ഡാഷ് c 2c എക്സിന് പകരം c എന്ന് കൊടുക്കുക. അപ്പോൾ 2c എന്നായി. ഇനി f ഡാഷ് c = 0 ഇംപ്ലൈസ് f ഡാഷ് c = 0 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2c = 0 എന്നാവും. f ഡാഷ് c = 0 എന്ന് പറഞ്ഞാൽ f ഡാഷ് c എന്ന് പറഞ്ഞാൽ 2c എന്ന് കിട്ടി. ഇപ്പോൾ 2c = 0 2c = 0 എന്നാൽ c = 0/2 എന്നായിരുന്നു. ഫോർ c = 0 c = 0 എന്നുണ്ട്. ഈ 0 എന്നുള്ള പോയിൻ്റ് -2 2 എന്നുള്ളതിനുള്ളിലാണ്. 0 എന്ന് പറഞ്ഞപ്പോഴും അത് -2 2 എന്നുള്ള ഇൻ്റർവെലിനകത്ത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ രീതിയിൽ f ഡാഷ് c = 0 എന്ന രീതിയിൽ ഒരു സി കണ്ടുപിടിക്കുക. ആ സി എന്നുള്ള പോയിൻ്റ് ഈ ഇൻ്റർവെലിനകത്താണെന്ന് കാണിച്ചാൽ റോൾസ് തിയറം വെരിഫൈഡ്. അതാണ് റോൾസ് തിയറം പറയുന്നത്. ഈ -2ൻ്റെയും 2ൻ്റെ ഇടയിൽ ഒരു സി ഉണ്ടാവും. f ഡാഷ് c = 0 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സി f ഡാഷ് c = 0 എന്ന രീതിയിൽ ഒരു സി കണ്ടുപിടിച്ചിട്ട് ആ സി ഈ ഇൻ്റർവെലിനുള്ളിലാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഒന്നുകൂടെ പറയാം. ആദ്യം ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണെന്ന് എഴുതുക. പിന്നെ ഡിഫറൻഷ്യബിൾ ആണെന്ന് എഴുതുക. പിന്നെ f of a കണ്ടുപിടിക്കുക. f of b കണ്ടുപിടിക്കുക. f of a f of b ഈക്വൽ ആയിരിക്കും. അങ്ങനെ റോൾസ് തിയറത്തിൽ നമുക്ക് പോകാം. ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ f of a f of b ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾ ദി കണ്ടീഷൻസ് ഓഫ് റോൾസ് തിയറം ആർ സാറ്റിസ്ഫൈഡ് എന്ന് പറയാം. റോൾസ് തിയറത്തിൽ എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവുന്ന റോൾസ് തിയറം പറയുന്നത്. എങ്ങനത്തെ സി? ഈ എ ബി എന്ന ഇൻ്റർവെലിനകത്ത് അല്ലെങ്കിൽ -2 2 എന്ന് തന്ന ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് ഇതിനകത്ത് ഒരു സി ഉണ്ടാവും. സച്ച് ദാറ്റ് f ഡാഷ് c = 0 അതാണ് റോൾസ് തിയറം പറയുന്നത്. ഇതൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് f ഡാഷ് x കണ്ടുപിടിക്കാം. f ഡാഷ് x f of x തന്നിട്ടുണ്ടാവും x² + 2 എന്ന്. f ഡാഷ് x എന്ന് 2x ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 2x + 0 അല്ലെങ്കിൽ 2x. എന്നിട്ട് f ഡാഷ് c കാണാം. എക്സിന് പകരം c കൊടുക്കുക. അപ്പോൾ 2c എന്നായി. ഇവിടെ എക്സിന് പകരം c ഇവിടെ എക്സിന് പകരം c എന്ന് കൊടുക്കണം. 2c എന്നാവും. പിന്നെ f ഡാഷ് c = 0 എന്നാണ് നമ്മളെ റോൾസ് തിയറം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2c 0 ആയിരിക്കണം. f ഡാഷ് c = 0 ഇംപ്ലൈസ് 2c = 0. 2c = 0 എന്നാൽ c = 0/2 അല്ലെങ്കിൽ c = 0. അത് തന്നെ. അപ്പോൾ c ൻ്റെ വില 0 എന്ന് കിട്ടി. ഈ 0 എന്ന് പറയുന്നത് -2ൻ്റെയും 2ൻ്റെയും ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഇടയിലാണ്. -2 2 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഇടയിലാണ് 0 വരുന്നത്.
അപ്പോൾ അതിൻ്റെ അർത്ഥം അത് വെരിഫൈഡ്. ഈ കണ്ടുപിടിക്കുന്ന സി ഈ ഇൻ്റർവെലിനകത്ത് ഉണ്ടാവണം. അങ്ങനെ അതാണ് റോൾസ് തിയറം പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമെന്നാണ് റോൾസ് തിയറം പറയുന്നത്. അപ്പോൾ ഇപ്പം കണ്ടുപിടിച്ച 0 ആണ് പോയിൻറ്റ്. ആ 0 എന്നുള്ള പോയിൻറ്റ് -2 ഇടയിലാണ്. അതുകൊണ്ട് therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. രണ്ട് തിയറാണ്, റോൾസ് തിയറവും മീൻ വാല്യൂ തിയറവും. ഏതെങ്കിലും ഒന്നും അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. റോൾസ് തിയറം അല്ലെങ്കിൽ മീൻ വാല്യൂ തിയറം. രണ്ടും സുഖമാണ് ചെയ്യാൻ, സുഖമാണ്. അപ്പോൾ ഇതിന് മനസ്സിലായേ, ഒരു ഫംഗ്ഷൻ നമുക്ക് തരും, ഒരു ഇൻ്റർവൽ തരും, അല്ലെങ്കിൽ ഒരു എയും ഒരു ബിയും തരും. എന്നിട്ട് കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ, ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ എഫ് ഓഫ് എ ചെയ്ത് എഫ് ഓഫ് ബി ചെയ്ത്, എന്നിട്ട് ഓൾ ദ കണ്ടീഷൻസ് റോൾസ് തിയറം ആർ സാറ്റിസ്ഫൈഡ് എന്ന് ചെയ്താൽ, എന്നിട്ട് അങ്ങനെയാണ് ഒരു സി ഉണ്ടാവും. എങ്ങനെ സി എഫ് ഡാഷ് സി ഈക്വൽ 0 ആവുന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും എന്ന് ചെയ്താൽ, പിന്നെ നമ്മൾ എഫ് ഡാഷ് എക്സ് കാണാം, പിന്നെ എഫ് ഡാഷ് സി കാണാം. എഫ് ഡാഷ് സി ഈക്വൽ 0 ആയി ഇൻഡിക്കേറ്റ് ചെയ്യുക. അന്നേരം സിക്ക് ഒരു വില കിട്ടും. ആ കിട്ടുന്ന വില ഈ ഇൻ്റർവെലിന് ഉള്ളിലാണെന്നാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണ് കിട്ടിക്കഴിഞ്ഞാൽ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇത് ഞാൻ ഇത് ചെയ്ത് പഠിച്ചാൽ നല്ല സുഖമാണ്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. റോൾസ് തിയറം വെരിഫൈ റോൾസ് തിയറം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² + 2x - 8 എക്സ് എലമെൻറ്റ് ഓഫ് -4 2 ഇൻ്റർവൽ. ഇങ്ങനെ തന്നു കേട്ടോ. ഇവിടെ ഇൻ്റർവൽ ആയിട്ട് തന്നു. നേരത്തെ അങ്ങനെ -4 2 എന്നൊക്കെ തന്നത്. ഇവിടെ ഇങ്ങനെ തന്നുണ്ട്. എങ്ങനെ എന്തായാലും നമുക്ക് കാര്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ -4 2 എന്നുള്ള ഇൻ്റർവലാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ, പിന്നെ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ ഡിഫറൻഷ്യബിൾ, ഇതിനൊക്കെ മാർക്ക് ഉണ്ടാകെ. ഇനി നമ്മൾ ചെയ്യേണ്ട എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുക, ഈക്വലാന്ന് കിട്ടണം. എ എന്ന് പറഞ്ഞാൽ അവിടെ -4 ആണ്. എ -4ഉം ബി 2 ആണ്. ഇനി എഫ് ഓഫ് എക്സ് ഇതല്ലേ, ഇതിനകത്ത് എക്സിന് ഒരു -4 കൊടുത്താൽ -4 ഹോൾ സ്ക്വയർ + 2 × -4 - 8 എന്നാൽ 16 - 8 - 8 16 - 16 0 എന്നാണ് വരുന്നത്. എഫ് ഓഫ് എ 0 എന്നാണ് വരുന്നത്. എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക, അതും 0 എന്ന് കിട്ടണം. അങ്ങനെ റോൾസ് തിയറം ഇതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആവരും അവിടെ. എക്സിന് 2 കൊടുക്കുമ്പോൾ 2² + 2 × 2 - 8 2² 4 + 4 - 8 8 - 8 0. അപ്പോൾ എഫ് ഓഫ് ഇ ഈക്വൽ എഫ് ഓഫ് ബി എന്നായി. അപ്പോൾ ഇതിന് പറഞ്ഞ ആവശ്യമില്ല. കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ, ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ എഫ് ഓഫ് എ കണ്ടുപിടിക്കുക. എ ഇവിടെ -4 ആണ്, ഇതിനകത്ത് -4 കൊടുത്താൽ ഇവിടെ. അപ്പോൾ എഫ് ഓ 0 എന്ന്. പിന്നെ എഫ് ഓഫ് ബി കാണുക. ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 കൊടുക്കുക. അപ്പോൾ അങ്ങനെ എഫ് ഓഫ് എ കണ്ടുപിടിക്കുക, എഫ് ഓഫ് ബി കണ്ടുപിടിക്കുക, രണ്ടും ഈക്വലാന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ എഫ് ഓഫ് ബി എന്ന് ചെയ്താൽ, ഇനി ഓൾ ദ കണ്ടീഷൻസ് റോൾസ് തിയറം ആർ സാറ്റിസ്ഫൈഡ്. റോൾസ് തിയറത്തിൽ എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചെയ്താൽ, പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവും. എങ്ങനെ സി? റോൾസ് തിയറം പറയുന്ന ഒരു സി ഉണ്ടാവും ഇൻ എ ബി. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ -4 2 എന്നാണ് ഇവിടെ. ഈ -4 2 ഇടയിൽ ഒരു എ ബി ഉണ്ടാവും. എങ്ങനത്തെ എ ബി ആണ്? അല്ലെങ്കിൽ ഒരു സി ഉണ്ടാവും. എങ്ങനത്തെ സി ആണ്? എഫ് ഡാഷ് സി ഈക്വൽ 0 എന്ന രീതിയിൽ ഒരു പോയിന്റ്, ഒരു എലമെൻറ്റ് -4 2 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെലിനകത്ത് ഉണ്ടാവും എന്നാണ് റോൾസ് തിയറം പറയുന്നത്. ഇനി നമ്മൾ ആ സി കണ്ടുപിടിക്കാൻ പോകും. ആ സി ഈ ഉള്ളിലാണെന്ന് കാണിക്കുന്നതോടുകൂടി റോൾസ് തിയറം ഈസ് വെരിഫൈഡ് എന്ന് പറയാം. അപ്പോൾ ഇനി എഫ് ഡാഷ് സി കാണും. നമ്മളിനി പറയേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ, എഫ് ഓഫ് എ ചെയ്താൽ, എഫ് ഓഫ് ബി ചെയ്താൽ, എഫ് ഓഫ് ഈസിൽ എഫ് ഓഫ് ബി എന്ന് ചെയ്താൽ നല്ല സുഖമായി ചെയ്യാം. പിന്നെ ഓൾ ദി കണ്ടീഷൻസ് റോൾസ് തിയറം ഈസ് സാറ്റിസ്ഫൈഡ് ചെയ്താൽ, പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സി ഉണ്ടാവും. ഈ ഓപ്പൺ ഇൻ്റർവെലിനകത്ത് -4 2 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെലിനകത്ത് ഒരു സി ഉണ്ടാവും ഇൻ -4 2. എങ്ങനെ സി ആണ്? എഫ് ഡാഷ് സി ഈക്വൽ 0 ആകുന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും. പിന്നെ നമ്മൾ എഫ് ഡാഷ് സി ഈക്വൽ 0 എന്ന സി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനാണ് എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 2 ഡെറിവേറ്റീവ് x² 2x 2xൻ്റെ 2 8ൻ്റെ 0 ആണല്ലോ, കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് വന്നാൽ 0 ആണ്. x² ഡെറിവേറ്റീവ് 2x 2xൻ്റെ ഡെറിവേറ്റീവ് 2 × 1 2. അപ്പോൾ 2x + 2 ആയി. ഇനി നമ്മൾ എഫ് ഡാഷ് സി കാണാം. എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ എക്സിന് പകരം സി എന്ന് കൊടുക്കുക. 2c + 2 ആയി. 2c + 2. ഇനി എഫ് ഡാഷ് സി ഈക്വൽ 0 എന്നുള്ള ആ ഇക്വേഷൻ എടുക്കുക. ഇംപ്ലൈസ്
ഡാഷ് സി എന്ന് പറഞ്ഞാൽ 2c + 2 2c + 2 0 എന്നായി. ഇംപ്ലൈസ് 2c = -2 എന്നായി. 2 അങ്ങോട്ട് ഉണ്ടാവും. ഇംപ്ലൈസ് c = -2/2 എന്നായി. ഇംപ്ലൈസ് c = -1. സിൻ്റെ വില -1 എന്നാണ് കിട്ടുന്നത്. ഈ -1 എന്നുള്ള വില -4ൻ്റെയും 2ൻ്റെയും ഇടയിലാണ്. സി എന്ന് പറഞ്ഞാൽ ഈ -1 എന്നുള്ള എലമെൻറ്റ് നമുക്കറിയാം എവിടെയാണ്. ഈ -4 2 എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് -1 വരിക. അപ്പോൾ എന്താണ്, therefore Rolle's theorem is verified. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെയ്താൽ, ഡിഫറൻഷ്യബിൾ ആണെന്ന് ചെയ്താൽ, FA കണ്ടുപിടിക്കുക, FB കണ്ടുപിടിക്കുക, FAയും ഈക്വലാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് റോൾസ് തിയറം ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് ചെയ്താൽ, എന്നിട്ട് അങ്ങനെയാണ് there exists a C in the interval such that f'(c) = 0 എന്ന് ചെയ്താൽ, ഇനി f'(c) കണ്ടുപിടിക്കാൻ വേണ്ടി അത് f'(x) കണ്ടുപിടിക്കുക. f(x) തന്നിട്ടുണ്ടാവുമല്ലോ, അതിന് ഡെറിവേറ്റീവാണ് f'(x). അപ്പോൾ 2x + 2 ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് c കൊടുക്കുക, എക്സിന് വരെ c കൊടുക്കുക, അതാണ് f'(c). ഇപ്പോൾ ഇവിടെ ഈ എക്സിന് വരെ c കൊടുക്കുക, 2c + 2 ആയി. f'(c) കിട്ടിയതിന് ശേഷം f'(c) = 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ f'(c) = 0 ആയിട്ട് ഇംപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയി. 2c + 2 0 ആയി. 2c + 2 0 ആണ്. 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2c = -2 ആയി. 2c = -2 എന്ന് പറഞ്ഞാൽ c -2/2 ആയി. -2/2 എന്ന് പറഞ്ഞാൽ -1 ആയി. ഇപ്പോൾ cൻ്റെ വില, അങ്ങനെ cൻ്റെ വില കണ്ടുപിടിക്കും. ഈ കണ്ടുപിടിച്ച cൻ്റെ വില നമ്മൾ ഈ ഓപ്പൺ ഇൻ്റർവെലിനകത്താണെങ്കിൽ റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. -1 എന്നുള്ളത് -4ൻ്റെയും 2ൻ്റെയും ഇടയിലാണ്. -4ൻ്റെയും 2ൻ്റെയും ഇടയിലാണ് -1 വരിക, അറിയാലോ അല്ലേ. 0 1 2 1 2 -1 -2 -3 -4. അപ്പോൾ ഈ -1 എന്നുള്ള പോയിൻ്റ് -4 2 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെലിൻ്റെ ഉള്ളിലാണ് -1 വരുന്നത്. അപ്പോൾ എന്താണ്, റോൾസ് തിയറം എല്ലാം എന്താണ്, വെരിഫൈഡ് ആണ്. therefore റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. ഇനി അടുത്ത ക്ലാസ്സിലാണ് മീൻ വാല്യൂ തിയറം. അതോടുകൂടി ഈ പാഠം കംപ്ലീറ്റ് കഴിഞ്ഞ് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. പെട്ടെന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കുക. ടെസ്റ്റ് പേപ്പറിന് വേണ്ടി ഡിഫറൻസിയേഷൻ്റെ അതല്ല, ഒരു ടെസ്റ്റ് പേപ്പറിന് വേണ്ടി റെഡിയാകാം. കാര്യമായിട്ട് ഇരുന്ന് എഴുതി പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതണമെങ്കിൽ. അതുകൊണ്ട് നന്നായി പഠിക്കാം. ഓക്കെ.